കുഞ്ഞപ്പേട്ട കുരുപ്പണം. അപ്പൊ രമേശനോ? അടിയതാണ് രസിക്കാതെ ഒന്ന് പിടിച്ചു മാറ്റടാ. പിടിച്ചു മാറ്റാനൊന്നും പോണ്ട. പയ്യൻ തല്ലരുത് മാത്രമാണ് പറയുന്നത്. എന്തിനായി പാവം ചെക്കൻ ഇങ്ങനെ തല്ലുന്നേ? നീയാണോ ചോദിക്കാൻ? ആരും ആയിട്ടല്ല, കണ്ടിട്ട് സഹിക്കണില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സമാധാനം ഉണ്ടാക്കാം. കാര്യം എന്താന്ന് പറയാൻ മനസ്സിലാക്കല്ലോ. എന്നാ ഇനി ഇവനെ തൊടാനും പറ്റില്ല. അടിയവനെ പട്ടികളെ എന്നെ എന്റെ മോനെ തല്ലി ചതച്ചിട്ട് ഒരുത്തരും ഇല്ലടാ അവിടെ ചോദിക്കാൻ. എന്റെ ചോറ് തിന്നുന്ന ഒരു പട്ടിയില്ലടാ ഈ നാട്ടില്. തിന്നണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഒരുത്തനുമില്ലടാ, ചന്ദ്രു ഒറ്റയ്ക്കാ. ധൈര്യമുള്ളവരുണ്ട്, ഇറങ്ങി വാടാ.
പിന്നീന്ന് കുത്തിയവനെ തട്ടിയിട്ടേ ചന്ദ്രു ചാകൂ. അത് ഓർത്തിട്ട് വന്നാ മതി. ഇടവൊന്നും പതുക്കെ. അപ്പച്ചാ, സണ്ണിച്ചായനെ കാണുന്നില്ലല്ലോ. ആ വരും, ഒരാവശ്യത്തിന് പോയിരിക്കുക. ഇനിയും വഴക്കിനും വയ്യാവിലേക്കും പോണോ? കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. അതിന് കൊച്ചുവർക്ക് വേറെ ജനിക്കണം. ഇന്നോളം എന്റെ മുഖത്ത് നോക്കി കമാന്നൊരു അക്ഷരം ഒരുത്തനും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ പെൺകുട്ടി നമ്മുടെയാ. മാനക്കേട് വന്നുപെട്ട പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ മാനക്കേട്. മേപ്പുള്ളിക്കാരുടെ പെട്ടി പണം ഉണ്ടെങ്കിൽ ഒരു മാനക്കേടും പ്രശ്നമല്ല. നീ പൊടി അപ്പുറത്ത്. അവള് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ചവിട്ട് ഇവിടെയല്ലേ? മേപ്പുള്ളി കൊച്ചുറക്കി മോൻ അങ്ങാടി കിടന്ന് പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് നീയൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചത്. ക്ഷമിച്ചത് നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നീയൊക്കെ പോയി അവന്റെ മുതലാളി, എന്നെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട. പുഴക്കടവിൽ ശവം പൊങ്ങുന്ന ഒരു പുതുമയൊന്നുമല്ല. ആ പൊങ്ങുന്നത് നിന്റെ ശവമായിരിക്കും. മുതലാളി, എന്താടാ? കട പൂട്ടി. ആ രാജമ്മ അങ്ങാടിലൊന്ന് പൂരപ്പാട്ടാ. ചെകിട അടച്ചുപോയി. മുതലാളി മോളെയും കുറിച്ച് പറയാത്ത ചീത്ത ഒന്നുമില്ല. നാണക്കേട്. ആളുകളൊക്കെ കേട്ട് നിന്ന് ചിരിക്കുക. മുതലാളി ഒരു വാക്ക് വിണ്ടിയാ മതി, ഞാൻ അവളെ ജീവനോടെ തീയിലിട്ട് ചൂടും. അതിനെ ആമ്പിള്ളാര് വേറെ വരും. മനസ്സിലായില്ലേ? ഏറ്റവും തടിയൻ കാരിപ്പുഴ കുഞ്ഞാലു. രാവുത്തരെ കൊന്ന കേസിൽ ഇത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. പിന്നെ നമ്മുടെ ചുരുളിപ്പരമു. മറ്റേയാള് പുതുമുഖാണല്ലോ. ഏതായാലും രസമായി. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അടക്കട്ടെ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? സ്വന്തം മോളെ മര്യാദയ്ക്ക് വളർത്തട്ടെ, അല്ലെങ്കിൽ നല്ല എല്ലാവർക്കുള്ള ആണുങ്ങളെ കൊണ്ട് കൊടുക്കട്ടെ. എന്റെ കൊച്ചിനെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തണതാ. പിള്ളേരല്ലേ അങ്ങനെ കരുതിയ പോരെ അയാൾക്കും? എന്റെ മോനെ തല്ലി നാശാക്കണോ? ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ കൊന്നേനെ. എന്താ കുഞ്ഞപ്പാ? രാജമ്മേ, ചന്ദ്ര ഇവിടെ വന്നു? ഇല്ല. കരിപ്പോൾ കുഞ്ഞാലും പരമും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വേഗം മാറുന്നോ നല്ലത്. ഏത് കുഞ്ഞാലും? നമ്മളെ റാവുത്തറ കൊന്നില്ലേ, 7ാമത്തേതാ അത്. കൊല്ലൊരു തമാശ അച്ഛ വിത്താന്. ചന്ദ്ര വന്ന് ഒന്ന് പറഞ്ഞേക്ക്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ ഈശ്വര, ഇതാവും വെച്ചുകൊടുത്ത വീടാ. ഇതൊക്കെ ദൈവം കൊടുക്കണതാ, അനുഭവിക്കട്ടെ. ആ ഒരുമുട്ടുള്ള വലയിൽ വീണപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഓ, ഇപ്പൊ അവൻ കണ്ടാലറിയില്ല. ആർക്ക് വേണവിടെ? എടി, എഴുന്നേറ്റ് പോരടി. അവനിവിടെ ഇല്ല. വാ.